ഒരു തടസ്സം മാറി. ഉടനെ ഇസ്രായേൽ ജനങ്ങൾ ആ തടസ്സമൊക്കെ മറികടന്ന് അവർ പോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ മറ്റൊരു വലിയ തടസ്സം, ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സമാണ്. അതാണ് ജെറീക്കോ പട്ടണത്തിന്റെ മതില്. അതിങ്ങനെ കുത്തിയാലും ഒന്നും താഴെ പോകുന്നല്ല, ഉറപ്പുള്ള ഒരു വലിയ മതിലാ. ഇസ്രായേൽക്കാർ അവിടെ പോയി സങ്കടത്തോടെ നിന്നു, എന്ത് ചെയ്യുമെന്നറിയാതെ. പുരോഹിതന്മാരെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അവര് കാഹളം ഊതണമെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യണം, 7 ദിവസം ആ തടസ്സം മാറാൻ വേണ്ടി അങ്ങനെ ചുറ്റും നടക്കണം എന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാണ് ചില തടസ്സങ്ങൾ പാറാൻ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നത്? അതായത് എല്ലാ തടസ്സങ്ങളും ചിലപ്പോൾ ഒറ്റയടിക്ക് പോകത്തില്ല. ചിലത് നമ്മൾ 21 ദിവസം പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നമ്മുടെ മുമ്പിൽ ജോർദാൻ ജെറീക്കോ പട്ടണത്തിന്റെ മതില് പോലെ ഒരിക്കലും മുന്നേറാൻ പറ്റാത്ത തരത്തിൽ ഉയർന്നു നിൽക്കുന്ന, നമുക്കെതിരെ നിൽക്കുന്ന, നമുക്ക് പേടി തരുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ മതില് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ.